നിർഭാഗ്യവശാൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു മെനു എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ഈ പുലാവും സാമ്പാറും കൊടുക്കുക എന്നൊരു വളരെ വിചിത്രമായിട്ടുള്ളൊരു മെനു അവിടെ നിലവിലിരുന്നു. കാരണം ഉത്തരേന്ത്യൻ പുലാവും ദക്ഷിണേന്ത്യൻ സാമ്പാറുമായിട്ടുള്ളൊരു ദേശീയ ഐക്യം ആ മെനുവിലൂടെ നടപ്പിലായിരുന്നു. അത് വരുന്ന ഭക്തജനങ്ങൾക്ക് തീരെ അത് ഹിതകരമായിരുന്നില്ല എന്ന് നമുക്ക് തന്നെ അറിയാം. ഏതായാലും അത് മാറ്റി നമ്മുടെ കേരളീയമായ സദ്യ കൊടുക്കണം എന്നുള്ള ഇന്നൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. സദ്യ എന്ന് പറഞ്ഞാൽ വെറും സദ്യയല്ല, വിത്ത് പപ്പടത്തോടും പായസത്തോടും കൂടിയ സദ്യ ഈ അയ്യപ്പന്മാർക്ക് കൊടുക്കും. കാരണം ഇത് ദേവസ്വം ബോർഡിൻ്റെ കാശല്ല. ഭക്തജനങ്ങൾ തീർത്ഥാടകർക്ക് അന്നദാനം കൊടുക്കാനായിട്ട്, അയ്യപ്പന്മാർക്ക് അന്നദാനം കൊടുക്കാനായിട്ട് ഏൽപ്പിക്കുന്ന കാശാണ്. ആ കാശ് ഏറ്റവും ഭംഗിയായിട്ടുള്ള അന്നദാനം ഭക്തജനങ്ങൾക്ക് കൊടുക്കാനായിട്ട് നമ്മൾ സജ്ജമാവുകയാണ്. അതുകൊണ്ട് പായസവും പപ്പടവും അത് ഞാൻ എടുത്തു പറഞ്ഞു. അച്ചാറുണ്ടാവും, പായസം ഉണ്ടാവും, പപ്പടം ഉണ്ടാവും, വേറെ 4 കറികൾ എന്ന് വെച്ച് ഇവിടെ തിരുവനന്തപുരത്ത് വിവാഹ സദ്യയിൽ കൊടുക്കുമ്പോൾ 40 കറിയൊന്നും ഉണ്ടാവില്ല. ആവശ്യമുള്ളൊരു സദ്യ, ഒരു എസെൻഷ്യൽ കേരളീയ സദ്യ വിത്ത് പായസം ആൻഡ് പപ്പടം, അത് ഞാൻ വളരെ നിർബന്ധമാണ്, അത് കൊടുക്കണം. കാരണം പമ്പാ സദ്യ എന്നുള്ളത് പണ്ട് തൊട്ടേ അയ്യപ്പൻ്റെ ചരിതവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മളെപ്പോഴും പമ്പാ സദ്യയെ പറ്റി കേട്ടിട്ടുണ്ട്. അതൊക്കെ അങ്ങ് നിന്ന് പോയി. പണ്ടൊക്കെ അവിടെ ഒരുപാട് പേരൊക്കെ സദ്യ കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെങ്കിലും അത് നിലവിൽ വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതൊരു വലിയ ഒരു നേട്ടമായിട്ട് ഞങ്ങളുടെ ബോർഡ് കരുതുകയാണ്.